എടാ ദിനേശ്, നീ ഇതുവരെ അടുക്കളയിൽ കയറിയില്ലേ? കഴിക്കാൻ വല്ലതുണ്ടോടേ? പാട്ട് കേട്ടിരുന്നാൽ എങ്ങനെടാ വിശപ്പ് മാറണ? അതേട്ടോ, ഇന്നത്തെ ഫുഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടും ദിനേശനോട് നാളെ ബിരിയാണി ഉണ്ടാക്കാം. ഇപ്പം വലിയ പാട്ടുകാരനാകാനുള്ള ശ്രമത്തില്ല. നമ്മുടെ വേറെ ഏരിയ ഒന്നും അവന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നുണ്ടോ? പാട്ടുകാരാ കേൾക്കുന്നുണ്ടോ? രവീന്ദ്രൻ മാഷ് എത്ര നന്നായിട്ടാ പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റക്കമ്പിനാദം മാത്രം മൂളും. നാളെ എനിക്ക് അവിടെ കച്ചേരിയൊന്നും ഇല്ലേ? ഇല്ല ഏട്ടന്മാരെ, ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും നാളെ. നാളെ വൈകുന്നേരം നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ? ബീച്ചിലോ മറ്റോ. കടൽക്കരയിൽ ഇരുന്നിട്ട് പാട്ട് കച്ചേരിയും കൂടെ ആകാം. അല്ല, ഇതാ റാഷിയോ? കുറെ കാലം ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ശരികൾക്ക് എന്നും പിടിക്കും. അത് ശരി. പക്ഷെ ആകെ ഒരു അവധി കിട്ടുന്നില്ല. അതെ അതെ അതെ, നമുക്കറിയാലോ. പിന്നെ റൂമിൽ കുറെ കാര്യങ്ങൾ അവധി ദിവസം നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യും. ഇപ്പൊ അതുള്ളത് വലിയൊരു ആശ്വാസം. കുടുംബമൊക്കെ എന്താ പറയുക? എന്തൊക്കെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അവൻ സൗണ്ടൊക്കെ ഓടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് റാഷ്യ. വന്ന് കുറച്ചു നേരമായി. ഇരിക്കടാ. അതേടാ, നിങ്ങളെ സ്പെഷ്യൽ ബിരിയാണി അവിടെ അന്ന് വരെ എത്തി. അത് അറിഞ്ഞിട്ട് അവനെ നിങ്ങളെ ബിരിയാണി കഴിക്കണം പറഞ്ഞിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്തു. അടിപൊളി. ആ റാഷിക്കും കൂടെ നമ്മുടെ കൂടെ പോരാമായിരുന്നു. അവൻ വലിയ തിരക്കുള്ള ആളടാ. നമ്മുടെ റൂമിൽ വന്നു പോയത് തന്നെ നമ്മുടെ നാട്ടിലുള്ള കുടുംബക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടാ. അത് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച അവന്റെ താമസ സ്ഥലത്തേക്ക് പോകാം. അതെ അതെ അതെ, അവൻ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഈ കാട്ടിലെല്ലാം കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖല്ലേ. ഒരു രക്ഷയില്ല. അവിടെ ഒരു പെൺകൊച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടോ? അവിടെ ആഴമുള്ള ഭാഗം. അവിടെ അതെ അതെ അതെ, നമുക്ക് അവിടെ വരെ പോയി നോക്കിയാലോ? നിങ്ങൾ അവിടെ ഇരുന്ന നിനക്കുള്ള കാറ്റുണ്ടാ? വെറുതെ ആവശ്യമില്ലാണ്ട് കൊല്ലാപ്പിനൊന്നും പോകണ്ട. അറിയാതെ നമുക്കും പെങ്ങന്മാരൊക്കെ ഉള്ളതല്ലേ. അതെ അതെ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. കടുകയും വല്ല ചെയ്യാൻ ഇറങ്ങിയതാണെങ്കിലും. അതെ അതെ, എന്നാ വാ നോക്കിട്ട് വരാം. സിസ്റ്റർ, what happened? ആ മലയാളിയാണല്ലേ? സോറി ചേച്ചി, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന അപകടമാണ്. ഇതൊരു അപകട ഏറിയാണ്. ഈ ലോകത്ത് ഒരു പെണ്ണിന് അപകടമില്ലാതിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം നിങ്ങൾ പറയാമോ? ഞാനൊരു പെണ്ണായതുകൊണ്ടല്ലേ നിങ്ങളെ മൂന്ന് പേരും ഇപ്പൊ ഇവിടെ വന്നത്. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്റെ ശരീരം കൂടും എവിടെ തിരിഞ്ഞാലുണ്ട് കുറെ പിശാചുക്കൾ, കാമ പിശാചുക്കൾ. നമ്മളെന്ത് ചെയ്യാൻ? ഞാൻ അപ്പോഴേ പറഞ്ഞു നമുക്ക് എനിക്ക് നാട്ടിൽ നിന്ന് എന്തോ അബദ്ധം പറ്റിയെന്ന് റോഡിന്റെ വലയം എന്താ ചെയ്യാനറിയാം. കാണുന്ന പോലില്ല, ഭയങ്കര ആഴമുള്ള സ്ഥലമാണ്. ഈ സമയം പെട്ടെന്ന് ഫോൺ എമർജൻസി വിളിക്കും. ഇവിടെ വൃത്തിയായിട്ട് നിന്നെ കാണണമെന്ന് വിചാരിച്ചതാണ്. എൻ്റെ ഉമ്മ കരഞ്ഞു പറഞ്ഞപ്പോൾ അവരെ ബോധിപ്പിക്കാനായിട്ട് ഞാൻ വന്നതാണ്. അന്ന് പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എൻ്റെ അവസ്ഥ എന്തായിരുന്നു? ജീവിത അവസാനം വരെ ഇതിനകത്ത് കിടക്കണ്ടോ ഞാൻ? അല്ലെങ്കിൽ നിന്നെ തൂക്കിലേറ്റപ്പെട്ടിരുന്നു. ഈ വൃത്തിയായിട്ട് കച്ചവടം നടത്തി ഉണ്ടാക്കിയ പൈസ കൊണ്ടാണല്ലോ ഇത്ര നാൾ നിൻ്റെ വീട്ടുകാർ ആർഭാടപൂർവ്വം ജീവിച്ചു ഓർത്തിട്ട് അവരൊക്കെ നിന്നെ ഓർത്ത് ലജ്ജിക്കുക.